കഴിഞ്ഞ ദിവസം തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ ഹാഷിം സഫീദീൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത തന്നെയാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. നസറുള്ള എങ്ങനെയാണോ കൊലപ്പെടുത്തിയ സമാനമായ രീതിയിലായിരുന്നു ഭൂഗർഭ നിലയിൽ ഹാഷിം സഫീദീനും അനുയായികളും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കനത്ത ബോംബാക്രമണം സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ ദുരന്തം തന്നെയാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ച്. കാരണം ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് നഷ്ടപ്പെടുന്നവരുടെ രണ്ടാമത്തെ തലവനാണ്. നസറുള്ള കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഹാഷിം സഫീദീൻ ആയിരുന്നു ഈ ഹിസ്ബുള്ളയുടെ തലവനായിട്ട് വന്നിരുന്നത്. ഇപ്പോൾ ആ ഹാഷിം സഫീദീനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ സേന എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഇസ്രായേൽ സേന ഈ നസറുള്ളയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ സ്ഥിരീകരണം നൽകുന്നില്ല എങ്കിൽ പോലും അവിടെ നിന്നാരും ജീവനോട് രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്നൊരു സൂചനയാണ്. നസറുള്ളയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് IDF ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അത് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോഴും ഇതും ആ രീതിയിൽ തന്നെ കാണേണ്ടതായി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.